ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ദിവ്യ. യൂഷ്വലി ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ അല്ല. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ബിഗിനർ ഓതറൊക്കെ ആണെങ്കിൽ, നിങ്ങൾ ഈ അടുത്തൊരു പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയേക്കാം. ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പുസ്തകത്തിനെ ഒരു ബെസ്റ്റ് സെല്ലിംഗ് കാറ്റഗറിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ഏതാണ്ട് അവിടേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഐ തിങ്ക് ഞാൻ ഇപ്പോൾ ലേൺ ചെയ്ത കാര്യങ്ങൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെ നിങ്ങൾക്ക് ആസ് എൻ ഓതർ പരിചയമില്ലെങ്കിൽ, ഞാൻ മറന്നു വെച്ച ഹൃദയം എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ഓതറാണ്. ഇതെൻ്റെ ആദ്യത്തെ നോവലാണ്, രണ്ടാമത്തെ പുസ്തകമാണ്. ഇതിന് ശേഷം ഞാൻ ഒരു പുസ്തകം കൂടി എഴുതിയിട്ടുണ്ട്. സോ ടോട്ടൽ ഞാൻ 3 ബുക്ക്സ് എഴുതിയിട്ടുണ്ട്, മലയാളത്തിലാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു റിയാലിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. സോ നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മൾ ഇങ്ങനെ ചെയ്താൽ അത് ശരിയാവും, അങ്ങനെ ചെയ്താൽ ഇവിടെ എത്താൻ പറ്റും. പക്ഷെ നമ്മൾ ആദ്യം ഇറങ്ങുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് ആ ഒരു കോർ റിയാലിറ്റി ആയിരിക്കും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് നമ്മളെ ഫേവർ ചെയ്യണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ ആ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു റിയാലിറ്റി. ഫോർ എക്സാമ്പിൾ, ഞാൻ തന്നെത്താനെ എൻ്റെ പബ്ലിക്കേഷൻസ് ത്രൂ ആണ്, ദിവ്യ വേഴ്സ് എന്നാണ് എൻ്റെ പബ്ലിക്കേഷൻസിൻ്റെ പേര്, അത് ത്രൂ ആണ് എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് പറയുന്നത് ആമസോൺ ത്രൂ ഉണ്ട്. പിന്നെ അല്ലാതെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി പല സ്റ്റോറുകളിലും എൻ്റെ പുസ്തകമുണ്ട്. പക്ഷേ എൻ്റെ പുസ്തകം ചില സ്ഥലങ്ങളിലില്ല, ചില സ്റ്റോറുകളിലില്ല. എനിക്കിഷ്ടംപോലെ എൻക്വയറി വരാറുണ്ട്, ചേച്ചി ട്രിവാൻഡ്രത്തെ സ്റ്റോഴ്സിൽ എന്താ ഇല്ലാത്തത്, അങ്ങനെ ഇഷ്ടംപോലെ ക്വയറീസ് വരാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പബ്ലിഷ് ചെയ്ത സമയത്ത്, ജൂലൈയിലാണ് ഫസ്റ്റ് എഡിഷൻ വരുന്നത്. ഫസ്റ്റ് എഡിഷൻ വന്ന സമയത്ത് ഞാൻ ഒരുപാട് പ്രമുഖരായിട്ടുള്ള പബ്ലിക്കേഷൻസിനെ എല്ലാം കോൺടാക്ട് ചെയ്തു. ഫോണിൽ കോൺടാക്ട് ചെയ്തു, മെയിൽ അയച്ച് ഒക്കെ കോൺടാക്ട് ചെയ്തു, നേരിട്ടും കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളുടെ പുസ്തകത്തിന് ഒരു കോപ്പി അയക്കൂ, നമുക്ക് ചെക്ക് ചെയ്യാം, എന്നിട്ട് ഡിസ്ട്രിബ്യൂഷനിലേക്ക് എടുക്കാം. ഞാൻ അയച്ചതിൽ പ്രമുഖരായിട്ടുള്ള പബ്ലിക്കേഷൻസ് അത് ഡിസ്ട്രിബ്യൂഷനിലേക്ക് സെലക്ട് ചെയ്തില്ല. അപ്പോൾ ഞാൻ ചെയ്തത്, എനിക്ക് ഓർഗാനിക്കലി വന്ന കോൾസ് ഉണ്ട്, ഈ പുസ്തകം എങ്ങനെ നമുക്ക് കിട്ടാം എന്ന് ചോദിച്ചിട്ട്, നമ്മുടെ പുസ്തകം റീലായിട്ടും റിവ്യൂ ആയിട്ടും ആളുകളിലേക്ക് എത്തിയിട്ട്, അപ്പോൾ ഞാൻ അവരിലൂടെ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലൂടെ പല സ്റ്റോഴ്സിലേക്കും എൻ്റെ പുസ്തകം എത്തിച്ചു. അതർവൈസ് ഞാൻ അപ്രോച്ച് ചെയ്തെടുത്തുനിന്നൊക്കെ എനിക്ക് കിട്ടിയത് നോ ആണ്, ബിഗ് നോകളാണ്. അത് 1-2 തവണയല്ല. നമ്മളവരുടെ ഓരോ പ്രോഗ്രാം ഉണ്ടല്ലോ, വലിയ വലിയ ബാനറിലൊക്കെ നടക്കുന്ന കൾച്ചറൽ ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ, ലിറ്ററേച്ചർ ഫെസ്റ്റിവൽസ് ഉണ്ടല്ലോ, ഇതിലേക്കൊക്കെ നമ്മൾ ശ്രമിക്കുമെങ്കിലും മിക്കവാറും അത് അവരുടെ പ്രൊഡക്റ്റ് അല്ലാത്തത് കൊണ്ട്, ഞാൻ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡാണ് പറയുന്നത്, ഇതിൻ്റെ ഒരു സാഹിത്യം അല്ലെങ്കിൽ ആർട്ടല്ല പറയുന്നത്. എനിക്ക് എൻ്റെ ബുക്കിൻ്റെ 3ാമത്തെ എഡിഷനാണ് ഇപ്പോൾ ഇറങ്ങാതിരിക്കുന്നത്. സെക്കൻഡ് എഡിഷൻ ഓൾമോസ്റ്റ് വിറ്റ് തീരാൻ പോവാണ്, ആ ഒരു പരുവത്തിലാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നതുകൊണ്ട് ഞാൻ ഇന്നലെ ട്രിവാൻഡ്രത്ത് പോയിട്ട്, ഞാൻ DC-യിൽ, കറണ്ട് ബുക്സിൽ, പൂർണ്ണ പബ്ലിക്കേഷൻസിൽ, മാതൃഭൂമിയിൽ, പല സ്ഥലങ്ങളും പല ഓഫീസസുമാണ്. ഇവിടെ എല്ലാം കയറിയിട്ട് എൻ്റെ ബുക്കിന് എൻക്വയറി ഉണ്ടോ, ഇവിടെ വെക്കണമെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരെല്ലാം നോ ആണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ നമ്മളത്രയും ശ്രമിക്കണമല്ലോ. അതായത് നമ്മുടെ ബുക്ക് ലോക്കൽ സ്റ്റോറിൽ എന്താ ഇല്ലാത്ത ചേച്ചി, ഇവിടെ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്ന് പറയാൻ എനിക്കൊരു മറുപടി വേണമല്ലോ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആമസോണിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ എൻ്റെ ബുക്കുണ്ട്. പിന്നെ ലോക്കൽ സ്റ്റോഴ്സിൽ, ആലുവയിൽ വൺസ് അപ്പോൺ എ ടൈം ബുക്ക് സ്റ്റോഴ്സിൽ എൻ്റെ ബുക്കുണ്ട്. പിന്നെ കോഴിക്കോടുള്ള ഒരുമാതിരി മലബാർ, തൃശ്ശൂർ, ആ സൈഡൊക്കെയുള്ള ഒരുമാതിരി സ്ഥലങ്ങളിലൊക്കെ മറന്നു വെച്ച ഹൃദയമുണ്ട്. ഈ സൗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആളുകളെ അപ്രോച്ച് ചെയ്യുമ്പോൾ എല്ലാം നോ ആണ് കിട്ടുന്നത്. സോ ഞാൻ ഇത്രയും പറഞ്ഞത് ഇതിൻ്റെ റിയാലിറ്റിയാണ്. സോ ഞാൻ ഈ ക്രൈസിസിനെയൊക്കെ ബീറ്റ് ചെയ്തത് എൻ്റെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടാണ്. സോ ദാറ്റ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ തിരിച്ച് എൻ്റെ അടുത്ത് വന്നത്, ഇതിൽ ഒരു വലിയ വിഭാഗം പബ്ലിക്കേഷൻസും തിരിച്ച് എൻ്റെ അടുത്ത് വന്നത് എൻ്റെ റീൽസ്, യൂട്യൂബിൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം. പിന്നെ റിവ്യൂസ് എല്ലാം എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനെ ഒരു സംഗതി ഉണ്ട്, അപ്പോൾ അവർ തിരിച്ചു വരും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളത് സോ ഫാർ. സോ നിങ്ങൾ നിരാശപ്പെടരുത്, ഇതിങ്ങനെയാണ് വർക്ക് ചെയ്യുക. നമ്മുടെ കയ്യിലുള്ള വർക്ക് നല്ലതാണെന്ന് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ, അവർ ഏതെങ്കിലും ചാനൽ വഴി ഇതിനകത്തൊരു മാർക്കറ്റിംഗ് എബിലിറ്റി ഉണ്ട് ഈ പ്രോഡക്റ്റിനെന്ന് തോന്നുമ്പോൾ അവർ തിരിച്ച് നമ്മളെ അടുത്തേക്ക് തന്നെ വരും. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക. അതാണ് ഇതിൻ്റെ ഒരു, ഞാൻ ആ റിയാലിറ്റി ആദ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള ഈ നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് കാറ്റഗറിയിൽ വരുന്ന ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, റാം കെയർ ഓഫ് ആനന്ദി, ഈ പുസ്തകങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ എങ്ങനെയാണ് ബെസ്റ്റ് സെല്ലിംഗ് ആയത് എന്ന് നോക്കാം. അപ്പോൾ സോഫാർ നമ്മൾ നിമ്ന വിജയൻ്റെയോ ശില്പി ധർമ്മജൻ്റെയോ വീഡിയോസൊക്കെ, ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് നോക്കിയാലും ഇവരുടെ പബ്ലിക്കേഷൻസുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്, നിമ്ന വിജയൻ്റെ ബുക്ക് ഈ പറയുന്ന പോലെ പല പബ്ലിക്കേഷൻസും റിജക്ട് ചെയ്ത് അവസാനം അവർ മാൻകേറ്റിൻ്റെ അടുത്ത് പോയിട്ട് അവർ പബ്ലിഷ് ചെയ്യുക ചെയ്തത്. അപ്പോൾ എന്നിട്ട് ഈ പുസ്തകം ആളുകളിലേക്ക് എത്തിയത്, ആളുകൾക്ക് കണക്ട് ചെയ്യാനുള്ള എലമെൻ്റ് അതിനകത്ത് ഉണ്ടെന്ന് ഒരുപാട് ആളുകൾ മനസ്സിലാക്കുന്നതാണ്. അത് മനസ്സിലാക്കിയത് നിമ്ന തന്നെ പറയുന്നുണ്ട്, ഒരു ക്ലബ് എഫിൻ്റെ മറ്റൊരു വീഡിയോയിലാണ്. അവർ പറയുന്നത്, പുസ്തകത്തിൻ്റെ പേജസിൻ്റെ വീഡിയോ അവരുടെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ ഔട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ആൾക്കാർക്ക് അത് കാണുമ്പോൾ അത് വായിക്കാനുള്ളൊരു ടെൻഡൻസി വന്നിട്ട് പുസ്തകം വാങ്ങി അവർ വായിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് അതിനകത്തുള്ളൊരു, അതായത് ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ പുസ്തകത്തിനുള്ളിലുള്ള കണ്ടൻറ്റ് ചെറുതായി ഔട്ട് ചെയ്തിട്ടാണ് ഇത് ആളുകളിലേക്ക് എത്തിയത്.
ഇനി റാം കെയർ ഓഫ് ആനന്ദിയുടെ കേസ് പറയുകയാണെങ്കിൽ ഒരു KLFൻ്റെയോ അല്ലെങ്കിൽ ഒരു കാ ഫെസ്റ്റിവൽ അങ്ങനെ എന്തോ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ചിട്ട് ഒരു ബുക്ക് സൈനിങ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബുക്ക് സൈനിങ് സെഷനിൽ ആളുകൾ ക്യൂ നിന്ന് പുസ്തകം സൈൻ ചെയ്ത് മേടിച്ച ഒരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. അങ്ങനെയാണ് ഈ പുസ്തകം കൂടുതൽ ജനകീയമാവുന്നത്. കാരണം ആളുകൾ പൊരി വെയിലത്തൊക്കെ നിന്ന് ക്യൂ നിന്ന് മേടിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുമ്പോഴേ അപ്പോൾ എന്താ സാധനം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് ആളുകൾക്ക് അറിയാൻ ആഗ്രഹമായിട്ട് ആളുകൾ തമ്മിൽ പറഞ്ഞു സോഷ്യൽ മീഡിയ അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളും ഇങ്ങനെയാണ്, അതായത് ഒരു ക്രൗഡാണ് ഇതിനെ കൂടുതൽ ക്രൗഡിലേക്ക് എത്തിച്ചത്. ഇതിങ്ങനെയാണ് വർക്കാവുന്നത്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്കൊരു 100 ഫോളോവേഴ്സേ ഉള്ളെങ്കിലും അതിനകത്ത് വെച്ചിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൂടെയും നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഫേസ്ബുക്ക് എന്തോ ആയിക്കോട്ടെ അതിലൂടെ നിങ്ങളുടെ പുസ്തകത്തിനെക്കുറിച്ച് കൂടുതൽ ആളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു കുറിപ്പോ ഒരു വീഡിയോ എങ്ങനെ വേണമെങ്കിലും അവർ പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ ഹ്യൂമൻ എലമെൻറ്റ്, അതായത് നമ്മുടെ ഫേസ് കൊടുത്തിട്ട് പറയുമ്പോഴല്ല, അതായത് ആളുകളിലേക്ക് എത്തില്ല. അപ്പം ഞാൻ വന്നിരുന്നിട്ട് എൻ്റെ പുസ്തകത്തിനെ കുറിച്ചിട്ട് എൻ്റെ ബുക്കാണ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, എന്നെയും എൻ്റെ പുസ്തകത്തിനെയും കൂടി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉറപ്പ്, ആ സാധനം കൊടുക്കുക. ആസ് ആൻ ഓതർ നിങ്ങൾക്ക് ക്യാമറയൊക്കെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എഴുതിയോ എങ്ങനെയെങ്കിലും ആളുകളിലേക്ക് എത്തിക്കുക. ദാറ്റ് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട്. ഞാൻ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു ഞാനതിൻ്റെ ഒരു ലിറ്ററേച്ചറിൽ ഉള്ളൊരു ബഹുമാനം ഇല്ലാതെ പറയാമെന്ന് വിചാരിക്കരുത്. എനിക്ക് ഈ ഒരു ജേർണിയിൽ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് പെട്ടെന്ന് പോയിന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ബുക്ക് ലോഞ്ചും ഓതർ സൈനിങ് പരിപാടിയായിട്ട് നിങ്ങളുടെ ബുക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒരുപാട് കാശൊക്കെ മുടക്കി ചെയ്യേണ്ടി വരില്ലേ, നമ്മളൊരു ഹോള് ബുക്ക് ചെയ്യുക, ഇത്രയും ആൾക്കാരൊക്കെ വേണ്ടേന്ന്. പക്ഷേ ഞാൻ എൻ്റെ ആദ്യത്തെ പുസ്തകം ഹൃദയം പൊട്ടിപ്പോയ കഷ്ണങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കവിതയാണ്. ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, കാണുന്നില്ല. ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയ ബുക്കാണ്, കവിതയാണ്. അപ്പോൾ ഇതിൻ്റെ റീഡബിലിറ്റി, കവിത ആയതുകൊണ്ട് തന്നെ റീഡബിലിറ്റി കുറവായിരുന്നു. പക്ഷേ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് എഡിഷൻ സെക്കൻഡ് എഡിഷനിലേക്ക് എത്തിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസിൽ ഒരു ചെറിയ പരിപാടി നടത്തി. അതായത് നമ്മുടെ ജോലിയൊന്നും ബാധിക്കാത്ത രീതിയിൽ അവിടെയുള്ള നമ്മുടെ അതോറിറ്റീസിനെയൊക്കെ അറിയിച്ചിട്ട് എനിക്കൊരു ചെറിയ പരിപാടി, ആ ഓഫീസിലുള്ള കുറച്ച് ആളുകൾക്ക് ചായയും പഴംപൊരിയും വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു കുഞ്ഞു പരിപാടിയായിട്ട് ഞാനൊരു ബുക്ക് ലോഞ്ചിങ് നടത്തി. അപ്പോൾ അതിനകത്തിലുള്ള എൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ആ ചായയും പഴംപൊരി മേടിച്ച പൈസ മാത്രമേ ഉള്ളൂ. അതർവൈസ് ഒരു ചെറിയ ബ്രേക്ക് ടൈമിലോ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിൽ എന്തോ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് ചെയ്ത ഒരു ചെറിയ പരിപാടിയാണ്. ഞാനിത് ഇത്രയും ചെറുതാക്കി ചെയ്യണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഇത്രയുമേ ചെയ്യാൻ പറ്റുന്നുള്ളെങ്കിൽ അത് ചെയ്യണം. നമ്മളൊരു ഹോള് ബുക്ക് ചെയ്ത് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്ത് അവർക്ക് ഡിന്നർ കൊടുത്ത്, അപ്പോൾ ഇത്രയും എക്സ്പെൻസ് നിങ്ങൾക്ക് എടുക്കാൻ വയ്യെങ്കിൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്പേസിൽ നിങ്ങൾക്ക് ചുറ്റും ഒരു 10 പേരുണ്ടെങ്കിൽ അവരോട് ഒരു 10 പേരെ കൂടെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാലും നമുക്കൊരു 20 പേരായി. അപ്പോൾ ചെറിയൊരു പരിപാടി നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഈ വരുന്നതിലൊരു 5 പേര് നമ്മുടെ ബുക്ക് മേടിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു കുറച്ചൊന്നൊരു പബ്ലിസിറ്റി ഒക്കെ കിട്ടും. അപ്പോൾ അതൊരു മെത്തേഡാണ്. നിങ്ങളൊരു ചെറിയ ബുക്ക് ലോഞ്ച്, അത് ബുക്ക് ലോഞ്ച് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഇവൻ്റായിട്ട് നടത്താൻ പറ്റാത്തൊരു കാര്യമാണെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ നടത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ നടത്തുക, നല്ല കാര്യം. പക്ഷേ ചെറുതാണെങ്കിലും നടത്തുക. നോ യുവർ ഓഡിയൻസ്, അതായത് നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കുക. എനിക്ക് എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് എത്തിയപ്പോൾ മനസ്സിലായത് കവിതയ്ക്ക് റീഡബിലിറ്റി കുറവാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ കവിത മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ബാക്കി ചുറ്റുമുള്ള ആൾക്കാർ കവിത അധികം എഴുതാത്തത് കൊണ്ടോ ഒന്നുമല്ല. കവിത ആൾക്കാർ വായിക്കുമ്പോൾ അതൊരു പ്രത്യേക സാധനമാണ്, കവിത വായിച്ച് ആസ്വദിക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ റീഡബിലിറ്റി കുറവാണെന്നുള്ളതാണ് എൻ്റെ കണ്ടുപിടുത്തം. പക്ഷേ ഓഡിയൻസിനെ മനസ്സിലാക്കി വരുമ്പം, ഇപ്പം മറന്നു വെച്ച ഹൃദയം എന്ന് പറഞ്ഞ എൻ്റെ നോവൽ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കിതിൻ്റെ ഓഡിയൻസിനെ മനസ്സിലായത് റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് വന്നവർ, ഡിവോഴ്സ് ആയവർ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലൊക്കെ വിഷമിക്കുന്നവർ, വേറൊരു മനുഷ്യൻ്റെ വിഷമം കാണുമ്പോൾ അത് ഫീൽ ചെയ്യുന്നവർ, ഇങ്ങനത്തെ ഓഡിയൻസ് ഉണ്ടല്ലോ. കോളേജ് ഗോയിങ് മുതൽ ഒരു 40 വയസ്സിനൊക്കെ ഇടയിലുള്ള ആൾക്കാരാണ് കൂടുതലും എനിക്ക് റിവ്യൂ പറഞ്ഞിട്ടുള്ളത്. അതിന് മേലുള്ള ആൾക്കാരൊക്കെ മേടിച്ചിട്ടുണ്ടാവും. 5 വായിക്കുന്നവർ, കുട്ടികളുടെ പുസ്തകം എന്ന് പറയുമ്പോൾ അത് കൂടുതൽ മേടിക്കാൻ ചാൻസ് പേരൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ കുറേ സാധനം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടാവുക. നമ്മൾ ഇറക്കുന്ന പുസ്തകം ഇപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നിട്ട് നമ്മൾ എഴുതുന്ന കണ്ടൻറ്റ് ഒരു മലയാളി വായിക്കൂ എന്നുള്ള ഒരു മിനിമം ഒരു സാധനം എഴുതി കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകം എഴുതാൻ നേരത്തെ എനിക്ക് മനസ്സിലായതാണ് അടുത്ത പോയിന്റ്. അതായത് നമ്മുടെ കണ്ടൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക. നമ്മുടെ കണ്ടൻറ്റ് എങ്ങനെ ഒരുപാട് വിവരിക്കാതെ പക്ഷെ മിനിമം ഇതിൽ വൃത്തിയായിട്ട് എഴുതാമെന്ന്. അപ്പോൾ ഇതൊരു ഒത്തിരി നമുക്ക് ചുരുക്കാൻ പറ്റില്ല. കോൺവെർസേഷൻസ് ഇതിനകത്ത് ഭയങ്കര ഇന്നോവേറ്റബിളാണ്, ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് എനിക്കത് ട്രൈ ചെയ്യാനുള്ള സ്കോപ്പ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ചുരുക്കിയാൽ ആ ഭാഗത്ത് എന്തോ മിസ്സായ പോലെ റീഡറിന് തോന്നാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇതിൽ ഞാനത് ചെയ്തില്ല. ഇൻസ്റ്റഡ് ഞാൻ എൻ്റെ അടുത്ത ബുക്കിൽ, ഏറ്റവും ഇളയ കുട്ടി എന്ന് പറഞ്ഞ അടുത്ത ബുക്കിൽ, ഇതെല്ലാം ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ പുസ്തകത്തിൽ ഞാൻ കുറച്ചും കൂടി ഒരു ഒപ്റ്റിമൈസിങ് പരിപാടി ചെയ്തു. അതായത് കണ്ടൻറ്റ് ഞാൻ കുറച്ചുകൂടി ചുരുക്കി, ഡെപ്ത് എഴുതാതെ ഡീപ്പായിട്ട് എഴുതി. അപ്പോൾ പേജസ് കുറഞ്ഞു പക്ഷേ ഡെപ്ത് കൂടി. അപ്പോൾ അതെനിക്ക് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റി. ഞാനതാണ് അതിനകത്ത് എക്സ്പെരിമെൻ്റ് ചെയ്തൊരു കാര്യം. അത് വർക്കാവും. ബിക്കോസ് നമുക്ക് പേജസ് കുറയുമ്പോൾ പ്രിൻറ്റിങ് കോസ്റ്റ് കുറയും. അപ്പോൾ നമുക്ക് എന്താ പറയുക, യൂണിറ്റ് പ്രൈസിനുള്ള പ്രോഫിറ്റ് കൂടും. ഞാനതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സൈഡ് പറഞ്ഞതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് ഇത് വർക്കാവുന്നത്.
ഒന്നുകൂടി പറയുകയാണ്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, കൊളാബുകളൊക്കെ ചെയ്യുക, ലൈവ് സെഷൻസ് ചെയ്യുക, പിന്നെ റീലുകളൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. സെല്ല് നടന്നോ എന്നൊക്കെ ഉള്ളത് സെക്കൻഡറി ആണ്, പക്ഷേ പുസ്തകം ഫെമിലിയർ ആക്കാൻ പറ്റും. വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മുടെ ബുക്ക് കാണുമ്പോൾ ഇതല്ല അന്ന് കണ്ടത് എന്നുള്ളൊരു ഓർമ്മ ആൾക്കാർക്ക് കൊടുക്കും. ആ വിഷ്വൽ മെമ്മറി ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഏതെങ്കിലും ഒരു ബുക്ക് കമ്മ്യൂണിറ്റിയുമായിട്ട് എപ്പോഴും എൻഗേജ് ചെയ്തിരിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ പുസ്തകം ആദ്യത്തെ എഡിഷൻ ഇറങ്ങുമ്പോൾ എന്നെ ആർക്കും അറിയില്ല, എൻ്റെ പുസ്തകത്തിനെ ആർക്കും അറിയില്ല. ഞാനത് എടുത്തിട്ട് ഞാൻ യൂഷ്വലി ട്രിവാൻഡ്രം റീഡ്സിൽ പോകാറുണ്ട് സാറ്റർഡേസിൽ. അപ്പോൾ അവിടെ പോയി ഞാൻ അവർക്ക് അവിടെ ഒരു ഫ്രീ കോപ്പിയൊക്കെ കൊടുത്തു. എന്നിട്ട് ഞാൻ കൊച്ചി റീഡ്സിലേക്കും തൃശ്ശൂർ റീഡ്സിലേക്കും ഒക്കെ എൻ്റെ ഒരു ബുക്കിൻ്റെ ഫ്രീ കോപ്പി അയച്ചു. അവിടെ പോയിട്ട് ആൾക്കാർ വായിച്ചിട്ട് ബാക്കിയുള്ളവർ എൻ്റെ ബുക്ക് മേടിക്കാൻ തുടങ്ങി. സോ ഞാൻ ഈ കമ്മ്യൂണിറ്റീസിലേക്ക്, ലൈബ്രറീസിലേക്ക്, ഗ്രൂപ്പിലേക്ക് പുസ്തകം അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് അന്ന്. അപ്പം അങ്ങനെ എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് പിന്നെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുസ്തകം ഉണ്ടെന്ന് പല സ്ഥലത്തും ആളുകൾ പരിചയപ്പെട്ടിട്ട്. ഇപ്പോൾ റാൻഡമായിട്ട് നമുക്ക് എങ്ങോട്ടും അയക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുസ്തകം ഉപയോഗിക്കപ്പെടും എന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തല്ലേ അയക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ റീഡിങ് കമ്മ്യൂണിറ്റിയുമായിട്ടൊക്കെ ഇൻ ടച്ചിലിരിക്കുമ്പം കൂടുതൽ ആൾക്കാർ ഇത് വായിക്കും. അപ്പം ഞാൻ കൊടുത്ത ഒരു ബുക്ക് ട്രിവാൻഡ്രം റീഡ്സിൽ ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്. സോ ഞാനത് സെല്ല് ചെയ്തതല്ല, എനിക്കതിനകത്ത് മോണിറ്ററി ബെനിഫിറ്റ് ഇല്ല, പക്ഷേ അവിടുത്തെ പല ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് മേടിച്ചിട്ടുണ്ട്. സോ അതങ്ങനെയാണ് വർക്കാവുന്നത്. പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ക്യാപിറ്റലൊക്കെ ഉള്ള മനുഷ്യനാണെങ്കിൽ, ഒരു സോഷ്യൽ എക്കണോമിക് ക്യാപിറ്റലൊക്കെ ഉള്ള മനുഷ്യനാണെങ്കിൽ മീഡിയ കവറേജ് കൊടുക്കാം, അഡ്വർടൈസ് ചെയ്യാം. ഞാനിതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് അതിനകത്ത് ഒത്തൻറ്റിക്കായി പറയാനായിട്ട് എക്സാമ്പിൾസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത്. എൻ്റെ ആളുകളിലേക്ക് എത്തുന്ന ഒരേ ഒരു മീഡിയ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബും എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തന്നെയാണ്. അല്ലാണ്ട് ഞാൻ വേറൊരു സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂ ഒക്കെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാവാനൊക്കെ ഇൻവിറ്റേഷൻ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും അത് മിസ് ചെയ്യരുത്, അത് എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മീഡിയ, അഡ്വർടൈസ്മെൻറ്റ്, കാരണം ഇന്നത്തെ കാലം പോകുന്നത് അതിൻ്റെ കൂടെയാണ്. അപ്പോൾ നമ്മളതിനെ ഒരു മാർക്കറ്റിംഗ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരു മോശം കാര്യം, ഞാൻ പല ആളുകളുടെ നിന്ന് കേട്ടിട്ടുള്ളത് ഈ ബുക്ക് മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും ജനകീയമായതെന്നൊക്കെ. സോ മാർക്കറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ ചൂസ് ചെയ്തതാണ്, അവരുടെ എന്താ പറയുക, ഫ്രീഡം, മാർക്കറ്റ് ചെയ്യണം ചൂസ് ചെയ്തതൊക്കെ. അപ്പോൾ ഞാൻ ഇതുവരെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പുറത്തേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അത്ര എത്തുമ്പോൾ അല്ല, അല്ലെങ്കിൽ അതിനേക്കാളും ബെനിഫിറ്റ് എനിക്ക് അല്ലാതെ തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. അത് നിങ്ങൾ എന്താ പറയുക, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിനെ ഒരിക്കലും നിങ്ങൾ എന്താ പറയുക, ഇഗ്നോർ ചെയ്യരുത്. നിങ്ങളുടെ പുസ്തകം ഒരു ക്രൗഡിൽ പോയിട്ട് നിങ്ങളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഞാനൊരു ഓതറാണ്, ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് മറന്നു വെച്ച ഹൃദയം എന്നാണ് എന്ന് പറയുമ്പോൾ നിങ്ങളത് ഓൺ ചെയ്യണം. ഞാൻ പണ്ടത് ഓൺ ചെയ്തില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പറയുന്നത്. പണ്ടൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ പറയും, അതേ നമ്മുടെ ഫ്രണ്ടാണ് എഴുത്തുകാരി കണ്ടോ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അയ്യോ എന്നിട്ട് ഞാനങ്ങ് പമ്മും. അതായത് ഞാനത് ഓൺ ചെയ്യത്തില്ല. ഇപ്പോൾ ഞാൻ തന്നെ പോയ ആൾക്കാരോട് പറയുകയാണ്, അത് എന്തിനാ അവരെൻ്റെ ബുക്ക് മേടിക്കാനൊന്നുമല്ല, അതിന് വേണ്ടിയിട്ടല്ല, പക്ഷേ എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഓതറാണ് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഹോൾഡ് ചെയ്യുക. നിങ്ങളൊരു പുസ്തകം എഴുതിയ ആളാണെന്ന് പറയുമ്പോൾ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെയും ധൈര്യത്തോടെയും പറയുക. കാരണം പുസ്തകം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അതിനകത്ത് കാര്യമില്ല. കാരണം അങ്ങനെയല്ല, ഒരിക്കലും ഒരു പുസ്തകം കമ്പയറബിൾ അല്ല. എൻ്റെ അടുത്ത് ഇവിടെ കുറേ ബുക്സ് ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 2 പുസ്തകം കയ്യിലെടുത്താൽ ഒരുപക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരു പുസ്തകം ഉണ്ടാവും. എന്ന് വെച്ചിട്ട് മറ്റേ പുസ്തകം മോശമാണെന്ന് അതിന് അർത്ഥമില്ല, മറ്റേ എഴുത്തുകാരൻ മോശമാണെന്നും അതിന് അർത്ഥമില്ല. അതിന് ഞാൻ മനസ്സിലാക്കിയ അർത്ഥം ഇത് കമ്പയറബിൾ അല്ല, ഒരു പുസ്തകവും കമ്പയറബിൾ അല്ല. ഓരോന്നും ഓരോ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ പല രീതിയിൽ എഴുതുന്ന ആളുകൾ എഴുതിയതാണ്, പല ജേണറൊക്കെയാണ്. അപ്പോൾ ഒന്നും കമ്പയറബിൾ അല്ല. ഒരേ ജേണറിലുള്ള പല എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പോലും കമ്പയറബിൾ അല്ല. അപ്പോൾ ഒരേ എഴുത്തുകാരൻ്റെ പല പുസ്തകങ്ങൾ പോലും കമ്പയറബിൾ അല്ല. നിങ്ങൾ ഒരു ഓതറാണെന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക. എല്ലാ സ്ഥലത്തും പോയിട്ട് നിങ്ങളെയും നിങ്ങളുടെ പുസ്തകത്തിനെയും പരിചയപ്പെടുത്തുക. അപ്പോൾ ഞാനിങ്ങനെ അടുത്തൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്, അതൊരു ചമ്മലോടെയോ മടിയോടെയോ കൂടെ അല്ലാതെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് എന്ന് വളരെ നോർമലായിട്ട് പറയുക. അപ്പോൾ ആണോ എന്താ പുസ്തകത്തിൻ്റെ പേരെന്ന് അവർ ചോദിക്കുമ്പോൾ പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. അതേ ആമസോണിലൊക്കെ ഉണ്ട്, ഫോട്ടോ കാണിച്ചു കൊടുക്കുക, കോപ്പി നമ്മുടെ കയ്യിലുണ്ട് കാണിച്ചു കൊടുക്കുക. മേടിക്കാൻ വേണ്ടിയില്ല, മേടിക്കാൻ ആരോടും പറയരുത്, അവർ മേടിച്ചോളും. അത്രയാണ് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ സ്വന്തമായി പബ്ലിഷ് ചെയ്തപ്പോൾ എനിക്ക് ഫേസ് ചെയ്ത ചാലഞ്ചസ് പോലെ തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും. മറ്റുള്ള ഓതേഴ്സ് എന്നെ ഒരു പബ്ലിഷറായിട്ട് സമീപിക്കുമ്പോൾ, ഞാനൊരു പബ്ലിക്കേഷൻസ് നടത്തുമ്പോൾ എൻ്റെ ഒരു പബ്ലിഷർ സൈഡ് ഉണ്ടല്ലോ, മോർ ദാൻ ദാറ്റ് ഓതർ സൈഡ്. നമുക്കൊരാൾക്ക് ഓതർ കോച്ചിങ് കൊടുക്കാം, അല്ലെങ്കിൽ പബ്ലിഷിങ് ചെയ്യാം, ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ആളുകളെ എഴുതാൻ സഹായിക്കുന്നുണ്ട്, ഓതർ കോച്ചിങ് എന്ന് പറയും. പിന്നെ അല്ലെങ്കിൽ പബ്ലിഷിങ്ങിൽ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്നൊരു ഓതർ വരുമ്പോൾ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ യുണീക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെയാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഞാനത് ഈ വീഡിയോയിൽ പറയാൻ കാരണം, നിങ്ങൾക്ക് മൊത്തം വീഡിയോയുമായിട്ട് ഇതിന് ബന്ധമില്ലെങ്കിലും ഐ തിങ്ക് ഒരു ഫൈനൽ നോട്ടായിട്ട് എനിക്കത് എൻ്റെ ഒരു പാർട്ട് ഓഫ്
എന്താ പറയുക, ഒരു എൻ്റെ ഐഡൻറ്റിറ്റിയിൽ അതും കൂടി ഉണ്ടെന്ന് വെച്ചിട്ട് ഞാനങ്ങ് പറയുകയാണ്. അതായത് നമ്മളിപ്പോൾ ഓതേഴ്സിന് ചെയ്യുന്നത് എന്താ പറയുക, ഈ റോയൽറ്റി കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഫൊഗറ്റ് അബൌട്ട് റോയൽറ്റി ആൻഡ് ഞങ്ങൾ പ്രോഫിറ്റ് ഷെയറാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റാണ്, നിങ്ങളുടെ ബുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് ഷെയർ എല്ലാ മാസവും അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വർക്കിംഗ് മെത്തേഡ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തിൽ എനിക്ക് മനസ്സിലായ ഒരു സാധനം എന്ന് വെച്ചാൽ അവർക്കറിയാൻ പറ്റും അവരുടെ ബുക്ക് എത്രത്തോളം സെല്ലാവുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി അക്കൗണ്ടബിളായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ആ അക്കൗണ്ടബിലിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. സോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകം ഒരു മാസം 5 കോപ്പി വിറ്റുള്ളെങ്കിലും അല്ലെങ്കിൽ 100 കോപ്പി വിറ്റാലും അങ്ങനത്തെ ഒക്കെ മാറി വരാം. ഇപ്പോൾ ഒരു മാസം ഒരു സെയിൽ നടന്നില്ല, അടുത്ത മാസം 2000 കോപ്പി വിൽക്കുക, അതൊക്കെ സംഭവിക്കാം. അപ്പോൾ നിങ്ങൾ പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക, സക്സസ്സിന് വേണ്ടിയിട്ട് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യുക, പക്ഷേ വർക്ക് ചെയ്യുക. നമുക്കിങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളത് ചുമ്മാ പുറത്ത് പോകുമ്പോൾ എടുത്തിട്ട് പോവുക. ഞാൻ പണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കോഫി കുടിക്കാൻ പോകുമ്പോഴൊക്കെ മറന്ന ചെറുതേതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഇങ്ങനെ പോകും, എന്നിട്ട് ടേബിൾ കൊണ്ടുവയ്ക്കും. സോ ഞാനിതൊരു സാധനമായിട്ട് ഇങ്ങനെ കൊണ്ടു നടക്കും. എനിക്കതിനകത്ത് ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, ഒരു മടിയും തോന്നിയിട്ടില്ല, ഒരു എന്താ പറയുക, ഒരു നാണക്കേടും തോന്നിയിട്ടില്ല. കളിയാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്, കമൻറ്റിലൊക്കെ വന്നിട്ട് ഒത്തിരി കളിയാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. ഞാൻ തന്നെ എൻ്റെ ചാനൽ ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കമൻറ്റ് റിമൂവ് ചെയ്തോളൂ. എൻ്റെ യൂട്യൂബിൽ എന്ത് കിടക്കണം എന്നുള്ളത് എൻ്റെ ഡിസിഷനാണല്ലോ. പിന്നെ മോർ ദാൻ ദാറ്റ്, ഒരു മലയാളി കമ്മ്യൂണിറ്റിയിൽ വരുമ്പോൾ ഒരു 10 പേര് നമ്മളെ പ്രോത്സാഹിപ്പിച്ച ഒരു 5 പേര് നമ്മളെ നിരുത്സാഹപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇതിനകത്തിൽ നമ്മളൊരു വർക്ക് ചെയ്തു അല്ലെങ്കിൽ ഒരു പുസ്തകം ഇറക്കി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ പെർഫെക്റ്റ് വർക്ക് എന്നല്ല ഞാൻ പറയാം. ഞാനിനി എന്തോരം പുസ്തകം എഴുതാനുണ്ട്. അപ്പോൾ എന്തോരം നമ്മൾ ഇനി കുറച്ചും കൂടി ആസ് എൻ ഓതറൊക്കെ വളരാനുണ്ട്. അത്രയും ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു ദീർഘകാഴ്ച, ലോങ് സൈറ്റ്, എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല. അത്രയും ഒരു വലിയ ഇതിൽ ഞാൻ എന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെയും ഭയങ്കര അടിപൊളി എന്നെടുക്കാറില്ല. നെഗറ്റീവ് എന്ന് പറയുമ്പം എന്താ പറയുക, അതിനെ ഞാൻ അയ്യോ എനിക്കിനി ഒന്നും എഴുതാം അങ്ങനെ എടുക്കാറില്ല. സോ ഞാനതിനൊരു ബാലൻസിലും കൊണ്ടുപോകും. എനിക്ക് നിങ്ങളൊരു ഓഥർ ആണെങ്കിൽ പറയാനുള്ളത്, ഇപ്പോൾ ഈ അടുത്തൊക്കെ നിങ്ങൾ കണ്ടോയെന്നറിയില്ല, കഴിഞ്ഞ വർഷത്തെ KLF-ൻ്റെ എന്തോ പരിപാടിയിൽ ഇരുന്നിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ മേടിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇരുന്ന് പറയുന്നത് എല്ലാവരും എഴുത്തുകാരാണ്, എല്ലാവരും ഭയങ്കര എന്ന് വെച്ചാൽ പുതിയ എഴുത്തുകാരെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലത്തെ ക്വാളിറ്റി ഇല്ലാത്ത കണ്ടൻറ്റ് കൊടുക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ ആലോചിച്ചത്, അങ്ങനെ നമ്മൾ എഴുത്തെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ദ സൊസൈറ്റിക്കോ കമ്മ്യൂണിറ്റിക്കോ ജെൻഡറിനോ ഒന്നും കൊടുത്തിട്ടുള്ള സാധനമല്ല, എല്ലാവർക്കും എഴുതാം. അപ്പോൾ നിങ്ങളുടെ ഭാഷ, നിങ്ങളുടെ പഠിച്ചു വന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അക്കാഡമിക്സ്, നിങ്ങളുടെ കൾച്ചർ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ എഴുതുന്ന സാധനം യൂണിക് ആയിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ എഴുതിയ അതേ കഥ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അത് വേറെ കഥയായിരിക്കും. കാരണം അത് എഴുതുന്ന നിങ്ങളാണ്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങളുടെ ചിന്തകളും, നിങ്ങൾ വിഷമിക്കുന്ന എവിടെയാണ്, ദേഷ്യം വരുന്ന എവിടെയാണ്, ഇതൊക്കെ ആ കഥയെ ബാധിക്കും. അപ്പോൾ മൊത്തത്തിൽ ഒരിക്കലും ഒരു കഥ പോലെ ഒരു വേറെ കഥ ഉണ്ടാവുന്നില്ല, അത് മനസ്സിലാക്കുക. അതുകൊണ്ട് എഴുതാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അയ്യോ അങ്ങനെ ഭയങ്കര ത്രില്ലിങ് കഥയൊന്നുമില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട. നിങ്ങളുടെ ഇതുവരെയുള്ള ലൈഫിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു സിനിമയാക്കാനുള്ള കഥയുണ്ട് എന്നൊക്കെ തോന്നുന്ന പോലത്തെ ഭയങ്കര ഒരു റോളർ കോസ്റ്റർ സാധനമൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി ഇതൊന്നുമില്ല, ചെറിയൊരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എഴുതാൻ എന്തും നമുക്ക് എഴുതാം, എങ്ങനെ എഴുതുന്നു എന്നുള്ളിടത്താണ് ആ സാധനം ഇരിക്കുന്നത്. സോ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വലിയ ആൾക്കാർ വരെ ഉണ്ടാവും. നമ്മളെ എന്താ പറയുക, നിരുത്സാഹപ്പെടുത്തുന്നവരൊന്നും വലിയ എന്താ പറയുക, നമ്മളൊരു അധ്യാപകൻ വന്നിട്ട് നമ്മളെ നിരുത്സാഹപ്പെടുത്തുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോസ് വന്നിട്ട് നിരുത്സാഹപ്പെടുത്തുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവരൊന്നും നമ്മളെ നിരുത്സാഹപ്പെടുത്തില്ല എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ഇവരൊക്കെ നമ്മളെ നിരുത്സാഹപ്പെടുത്തും, അതിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ അവരോട് പോകാൻ പറയുക, എന്നിട്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ഇരുന്നിട്ട് എഴുതാനുള്ളത് നിങ്ങൾ എഴുതുക. എന്നിട്ട് നിങ്ങളുടെ വർക്ക് എങ്ങനെ നല്ല കൂടുതൽ മെച്ചപ്പെടുത്താം, ആളുകളിലേക്ക് എത്തിക്കാം എന്നുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുക. സോ അപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയോ പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. ആണ് ഷോർട്ട് നോട്ട്, ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.